ദൈവമേ, നിന്റെ സ്നേഹമോർക്കാതെ ദിനരാത്രങ്ങളെത്ര കടന്നുപോയി. ദൈവമേ, നിന്റെ സ്നേഹമോർക്കാതെ ദിനരാത്രങ്ങളെത്ര കടന്നുപോയി. പാപച്ചേറ്റിൽ വീണ് കുഞ്ഞാടാണു ഞാൻ, കഴുകിത്തുടയ്ക്കണേ തമ്പുരാനേ. പാപച്ചേറ്റിൽ വീണ് കുഞ്ഞാടാണു ഞാൻ, കഴുകിത്തുടയ്ക്കണേ തമ്പുരാനേ. പാപിയാണു ഞാൻ നാഥ, മാപ്പേകണേ. പാപിയാണു ഞാൻ നാഥ, മാപ്പേകണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വചനം തിരുവചനം ശുശ്രൂഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വിളിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിശ്വസ്തരായി ജീവിച്ചവർ എന്നതാണ്. ഈശോ പിതാവായ ദൈവത്തിൻ്റെ അംഗീകാരത്തിന് പാത്രമായതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവതിരുസന്നിധിയിൽ അഭിമാനിക്കാൻ അർഹതയുള്ള വേലക്കാരെ പോലെ പ്രത്യക്ഷപ്പെടണം, വിശ്വസ്തരായി കണക്കാക്കപ്പെടണം. കർത്താവിൻ്റെ കൂടെ, കുഞ്ഞാടിൻ്റെ കൂടെ ആയിരുന്നവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരും ആയിരുന്നു. വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം, വിശ്വസ്തരായി ജീവിച്ചവർ അതിലും ചുരുക്കം. വിശ്വസ്തരായി ജീവിച്ചവരുടെ ഗണത്തിൽ പ്രവേശിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നതാണ് നമ്മൾ ഈ പഠന പരമ്പരയിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വചന പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദൈവതിരുസന്നിധിയിൽ അംഗീകാരം നേടിയെടുത്ത വ്യക്തികളെ ധ്യാനിച്ചുകൊണ്ടാണ്. അവരുടെ ജീവിതത്തെ അപഗ്രഥിച്ചുകൊണ്ടാണ്. നമ്മൾ അബ്രഹത്തിൻ്റെയും മോശയുടെയും ജോസഫിൻ്റെയും ദാവീദിൻ്റെയും ഒക്കെ ജീവിതങ്ങൾ കണ്ടു കഴിഞ്ഞു. ഏലിയ പ്രവാചകന്റെ ജീവിതത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ 11 എപ്പിസോഡുകൾ നമ്മൾ ഏലിയ പ്രവാചകന്റെ ജീവിതത്തെയാണ് ധ്യാനിച്ചത്. ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടത് ഏലിയ പ്രവാചകന്റെ പരാജയത്തെയാണ്. നമ്മൾ എന്തിനാണ് ഏലിയ പ്രവാചകന്റെ പരാജയത്തെ ധ്യാനിക്കുന്നത്? വചനം പറയുകയാണ്, ഇവയെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഒരു പാഠമായി തീരാൻ വേണ്ടിയാണ്. ഏലിയ പ്രവാചകന്റെ പരാജയത്തെ മാത്രമല്ല നമ്മൾ ധ്യാനിക്കുന്നത്, ആ പരാജയത്തിൽ നിന്ന് എപ്രകാരമാണ് ഏലിയ പ്രവാചകൻ അനുതപിച്ച് വീണ്ടും ദൈവശുശ്രൂഷ ചെയ്യുന്ന ഒരാളായി മടങ്ങിയെത്തിയത് എന്നുകൂടെ നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് ആ ഫ്രെയിം കംപ്ലീറ്റ് ആയി തീരുന്നത്. നമ്മളും കുറവുകളുള്ളവരാണ്, തെറ്റ് ചെയ്യുന്നവരാണ്, വീഴ്ച സംഭവിക്കുന്നവരാണ്. ദൈവരാജ്യ ശുശ്രൂഷയിൽ വ്യാപരിക്കുമ്പോഴും ദൈവത്തിനു വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കുമ്പോഴും നമുക്ക് വീഴ്ചകൾ പറ്റുന്നു, പാപങ്ങൾ ചെയ്തു പോകുന്നു. അറിഞ്ഞും അറിയാതെയുമൊക്കെ നിരവധിയായ തെറ്റുകളിൽ നമ്മൾ ചെന്ന് ചാടുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മിൽ നിന്ന് അകന്നു പോകുന്ന അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന പാപത്തിൻ്റെ കറകളിലേക്ക്, ചെളിക്കുണ്ടിലേക്കൊക്കെ വീണു പോകുന്ന നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മോട് ദൈവം, വീണു പോകുന്നവരോട് ദൈവം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിൻ്റെയൊക്കെ ഒരു പാറ്റേൺ ഏലിയ പ്രവാചകന്റെ ഈ വീഴ്ചയുടെ കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ തുടരുകയാണ്. ഏലിയ പ്രവാചകന് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരാജയം എന്ന് പറയുന്നത് ദൈവത്തെ മറന്നു എന്നതാണ്. നമ്മൾ പറഞ്ഞു, ഏലിയ പ്രവാചകൻ മലമുകളിൽ ആ വലിയ അത്ഭുതം, അഗ്നി ഇറങ്ങി ബലിവസ്തു സ്വീകരിക്കപ്പെട്ട അത്ഭുതം നടന്നതിന് ശേഷമോ അല്ലെങ്കിൽ പെരുമഴ പെയ്തതിന് ശേഷമോ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, കർത്താവിന് നന്ദി പറയുന്നതിന് വേണ്ടി, അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി, കർത്താവിനോടൊപ്പമായിരിക്കുന്ന വീണ്ടും ഒരു ഏകാന്തതയിൽ ദൈവം മാത്രം മതി, അല്ലെങ്കിൽ ദൈവമാണ് എല്ലാറ്റിൻ്റെയും ഉപരിയായവൻ എന്ന് പറഞ്ഞ് മഹത്വപ്പെടുത്തുന്നതിന്
സമയം കണ്ടെത്തുന്നില്ല, അതിനുവേണ്ടി സമർപ്പിക്കുന്നില്ല എന്നത് പരാജയത്തിൻ്റെ ഒരു കാരണമായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. മോശയുടെ പരാജയത്തെക്കുറിച്ച് അപ്രകാരമാണല്ലോ വചനം പറയുന്നത്. മോശ ദൈവത്തിൻ്റെ മഹത്വം പ്രദർശിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയില്ല എന്നതായിരുന്നു മോശയ്ക്കെതിരെയുള്ള ആരോപണം. ആ പാറ പിളർന്ന് വെള്ളം കൊടുത്തതിന് ശേഷം ആ ഒരു പശ്ചാത്തലത്തിലാണ് മോശയ്ക്ക് ശിക്ഷ ലഭിക്കുന്നത്. നീ വാഗ്ദാന ദേശം കാണുകയില്ല എന്ന ശിക്ഷ മോശയ്ക്ക് ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു അത്ഭുതമുണ്ട്. പക്ഷേ ആ അത്ഭുതത്തിന് ശേഷം ദൈവം അവനോട് പറയുന്നു, നീ എൻ്റെ മഹത്വം ജനത്തിൻ്റെ മുൻപിൽ പ്രകടിപ്പിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടതുപോലെ നന്ദി പ്രകാശിപ്പിച്ചില്ല. എൻ്റെ കഴിവുണ്ട്, ദൈവത്തിൻ്റെ ശക്തമായ കരത്താലാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തിയില്ല എന്നൊരാരോപണമാണ് മോശയ്ക്കെതിരെ ദൈവം പറയുന്നത്. ഇവിടെയും അതേ ആരോപണം കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിൽ അതേ ആരോപണത്തിൻ്റെ ഒരു സാധ്യത നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ ആ ശക്തിയെ, മഴ പെയ്യിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തിയെ, അഗ്നി ഇറക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തിയെ, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ, ശക്തിയെ മറന്നാണ് ഏലിയാ പ്രവാചകൻ ജസബെലിനെ ഭയപ്പെട്ടുകൊണ്ട് ഓടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഓട്ടത്തിനിടയിൽ ദൈവം ഏലിയാ പ്രവാചകനെ എങ്ങനെയാണ് മടക്കി വിളിച്ചത്? വീഴ്ച പറ്റിയ ഏലിയാ പ്രവാചകന്റെ അടുത്തേക്ക് ദൈവത്തിൻ്റെ ആദ്യത്തെ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ആ വാടാമുൾച്ചെടിയുടെ തണലിൽ നിന്ന് മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൂതൻ അവനെ തട്ടി ഉണർത്തുകയാണ്. ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷനാണ് അവനെ മടക്കി കൊണ്ടുവരാനായിട്ട്. പ്രിയപ്പെട്ടവരെ, കെറീത്തിലേക്ക് ഏലിയാ പ്രവാചകൻ പോയത് ദൈവം പറഞ്ഞിട്ടാണ്. നീ കെറീത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞ് ദൈവം അവനെ അയച്ചതാണ്. സെറാഫാത്തിലേക്ക് എലിയാ പ്രവാചകൻ സ്വന്തം ഇഷ്ടത്തിൽ പോകുന്നതല്ല, ദൈവം അവനെ അയക്കുന്നതാണ്. ഇനി സെറാഫാത്തിൽ ജീവിതം അവസാനിപ്പിച്ച് ആഹാബിന്റെ മുൻപിൽ ചെന്ന് നിൽക്കുന്നത് ഏലിയ സ്വയം എടുക്കുന്ന തീരുമാനമല്ല, ദൈവം പറഞ്ഞിട്ട്, ദൈവം അവനോട് പറഞ്ഞു എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്, പറഞ്ഞിട്ട് പോകുന്നതാണ്. പക്ഷേ നമ്മൾ ഈ വചനഭാഗത്തെ പരിശോധിക്കുമ്പോൾ ആര് പറഞ്ഞിട്ടാണ് ഏലിയ ഓടുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. ആര് പറഞ്ഞിട്ടാണ് ഹോറബിലേക്ക്, കർത്താവിൻ്റെ മലയാണ്, പക്ഷെ അങ്ങോട്ട് ഓടുന്നത് ആര് പറഞ്ഞിട്ടാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഏലിയ സ്വയം തീരുമാനിച്ച് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഓടുന്ന അതിനെയാണ് നമ്മൾ പറഞ്ഞത് ഏലിയാ പ്രവാചകന്റെ വീഴ്ച എന്ന് നമ്മൾ പറഞ്ഞു. ദൈവത്തെ മറന്ന്, ദൈവത്തിൻ്റെ വഴികളെ മറന്ന്, ദൈവത്തിൻ്റെ ശക്തി മറന്ന്, ദൈവത്തിൻ്റെ പരിപാലന മറന്ന് സ്വയം രക്ഷിക്കാൻ വേണ്ടി ഈ മനുഷ്യൻ ഓടുകയാണ്. അങ്ങനെ ഓടുന്ന ഒരാളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന് അന്വേഷിക്കുകയാണ് ദൈവം. അപ്പോൾ ദൂതൻ അവനെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക. അവൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലയ്ക്കൽ ഇരിക്കുന്നു. ഇത് കാണുമ്പോൾ ശരിക്കും ഏലിയ എന്താണ് ഓർക്കേണ്ടിയിരുന്നത്? എനിക്ക് അപ്പമില്ലാത്തിടത്ത് അപ്പം കൊണ്ടുവരാൻ കഴിയുന്നവനാണ് എൻ്റെ ദൈവം. അപ്പമില്ലാത്ത മരുഭൂമിയിൽ ജനത്തിന് മന്ന വർഷിച്ച് അപ്പം കൊടുത്ത ദൈവം, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായിട്ടുള്ള ദൈവം ഇവിടെ എൻ്റെ കൂടെ സന്നിഹിതനാണ് എന്നാണ് ഏലിയ ഓർക്കേണ്ടിയിരുന്നത്. അതുപോലെ വെള്ളമില്ലാത്തിടത്ത് വെള്ളം വെച്ചിരിക്കുന്നു. ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും തലയ്ക്കൽ ഒരു പാത്രം വെള്ളവും. ഈ അപ്പവും വെള്ളവും കാണുമ്പോൾ ദൈവം കരുതിയിട്ടുണ്ടാകും, ഇവൻ എന്നെ ഓർക്കും, മന്ന കൊടുത്ത ദൈവത്തെ ഓർക്കും, പാറ പിളർന്ന് വെള്ളം കൊടുത്ത ദൈവത്തെ ഓർക്കുമെന്ന് കരുതിയെങ്കിലും ഏലിയ എഴുന്നേറ്റ് ആ അപ്പം കഴിച്ചു, വെള്ളം കുടിച്ചു, വേറൊന്നും ഓർത്തില്ല. അവൻ വീണ്ടും കിടന്നു. ദൈവത്തെ ഓർക്കുന്നില്ല. ചില സമയങ്ങളിൽ നമുക്ക് ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ പോലും ദൈവത്തെ ഓർക്കാത്ത മനുഷ്യരുണ്ട്. അവൻ കിടന്നുറങ്ങി. കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു പ്രാവശ്യം ദൈവത്തെ ഓർത്തില്ല എന്ന് വിചാരിച്ച് ദൈവം നമ്മെ വിട്ടുകളയില്ല. നമ്മെ പാപത്തിൻ്റെ വഴികളിൽ നിന്ന് തിരിച്ച് പുണ്യത്തിൻ്റെയും സുഹൃതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും വഴികളിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ദൈവത്തിൻ്റെ പരിശ്രമം അവൻ തുടർന്നുകൊണ്ടേയിരിക്കും. വീണ്ടും തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. ദൈവം അവനെ ഓർമ്മിപ്പിക്കുകയാണ്, നിനക്ക് സുദീർഘമായി ഇനി മുന്നോട്ട് പോകാനുണ്ട്, നിന്റെ യാത്ര ദുഷ്കരമായിരിക്കരുത് എന്ന് എനിക്ക് നിന്നെക്കുറിച്ച് പരിഗണനയുണ്ട്, നിന്നെക്കുറിച്ച് ചിന്തയുണ്ട്. അതായത് ദൈവം അവനോട് ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ്. എന്നെക്കുറിച്ച് കരുതലുള്ള ദൈവം എൻ്റെ കൂടെയുണ്ട്. ഏലിയ അപ്പോഴെങ്കിലും ഈ രണ്ടാമത്തെ അറ്റംപ്റ്റിലെങ്കിലും ഓർക്കേണ്ടിയിരുന്നത്, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് കരുതലുള്ളവനാണ്. എൻ്റെ യാത്രയെക്കുറിച്ച്, എൻ്റെ തളർച്ചയെക്കുറിച്ച്, എൻ്റെ ക്ഷീണത്തെക്കുറിച്ച്, എൻ്റെ ദുഷ്കരമായി തീരാവുന്ന ജീവിതത്തെക്കുറിച്ച് കരുതലുള്ളവനാണ് ദൈവം. അങ്ങനെ ഞാൻ തളർന്നു വീഴരുത് എന്ന് നിർബന്ധമുള്ള ആ ദൈവം എന്നെ ഒരു ജസബലിൻ്റെ കയ്യിലേക്കും വിട്ടുകൊടുക്കുകയില്ല. എനിക്ക് കർത്താവിൻ്റെ വഴിയിലേക്ക് മടങ്ങിപ്പോകണം എന്ന് ഏലിയ തീരുമാനിക്കേണ്ടതായിരുന്നു. പക്ഷേ അവൻ അതും ആ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ദൈവം പരാജയപ്പെടുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ നമ്മൾ പരാജയപ്പെടുത്തുന്നതിൻ്റെ പേരാണ് പാപം. നമ്മെ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ ചെയ്യുന്ന ജോലികളും എൻ്റെ ഓട്ടം മുഴുവനും എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉള്ളതാകണം. കർത്താവിൻ്റെ പരിശ്രമത്തിൽ കർത്താവ് തോൽക്കുകയാണ്. എന്നിട്ട് ഇവൻ 40 രാവും 40 പകൽ 40 ദിവസത്തെ യാത്ര നടന്ന് ഹോറബിലെത്തി അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോൾ ദൈവം വന്നിട്ട് ചോദിക്കുകയാണ്, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? പ്രിയപ്പെട്ടവരെ, കെറീത്തിൽ ചെന്ന് ദൈവം അവനോട് ചോദിച്ചില്ല, നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന്. കാരണം കർത്താവാണ് അവനെ കെറീത്തിലേക്ക് അയച്ചത്. സെറാഫാത്തിലേക്ക് ചെന്ന് ദൈവം ചോദിക്കുന്നില്ല, നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന്. കാരണം കർത്താവിനറിയാം കർത്താവാണ് അവനെ അയച്ചതെന്ന്. കർമ്മലിലെ മലമുകളിൽ ഏലിയായോട് ദൈവം ചോദിച്ചില്ല, നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന്. ഇത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ദൈവം ഒന്നും ചോദിക്കുന്നില്ല, കാരണം കർത്താവാണ് അവനെ അയച്ചത്. പക്ഷേ ഹോറബില് ദൈവം വന്ന് ചോദിക്കുകയാണ്, നീ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം, നിന്നെ ആരാ ഇങ്ങോട്ട് അയച്ചത് എന്ന് കൂടെ ഉണ്ട്. നിന്റെ പ്രവൃത്തി എന്താണെന്ന് ഞാൻ അറിയുന്നില്ല, നീ ആയിരിക്കുന്ന ഈ സ്ഥലത്തെ എനിക്ക് മനസ്സിലാവുന്നില്ല. വൈ ആർ യു ഹിയർ എന്ന ചോദ്യമാണ്. നീ ഇവിടെ എന്താ ചെയ്യുന്നത് എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് ഏലിയ പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്, ഞാൻ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് വേണ്ടി ജീവിച്ചത് കൊണ്ട് എനിക്ക് വലിയ പ്രയാസം, വലിയ ആന്തരികമായിട്ടുള്ളൊരു പ്രയാസം. ജെറമിയ പറയുന്ന പോലെ എൻ്റെ അസ്ഥികൾ കടന്ന് വേവുകയാണ്. ബിക്കോസ് ഓഫ് യു, നിന്നെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ഉരുകുകയാണ് എന്ന് പറയുകയും, ജനം ഉടമ്പടി ലംഘിച്ചു, ജനം ബലിപീഠങ്ങൾ തകർത്തു, പ്രവാചകന്മാരെ വാളിനിരയാക്കി, ജനത്തിൻ്റെ കുറ്റം മുഴുവൻ പറയാണ്. അവൻ കർത്താവിലേക്ക് തിരിയുന്നില്ല. അപ്പോൾ കർത്താവിൻ്റെ മൂന്നാമത്തെ പരിശ്രമമാണ്. ഇവനെ മടക്കിക്കൊണ്ടുവരാൻ ദൈവം സംസാരിച്ചു നോക്കി, നടക്കുന്നില്ല. ഇവൻ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഒടുവിൽ ഹോറബ് മലമുകളിൽ ഒരത്ഭുതം പ്രവർത്തിക്കുകയാണ്. ഏലിയാ പ്രവാചകനെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു 4ാമത്തെ അറ്റംപ്റ്റാണ്, അല്ലെങ്കിൽ വലിയ അത്ഭുതമാണ് നമ്മൾ വായിക്കുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങളിൽ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ, ദൈവം പറയുന്നു, നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. അവിടുന്ന് അരുളി ചെയ്തു. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ടും കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റ് കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു.
ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അത്ഭുതത്തിൻ്റെ ഒന്നാം ഭാഗത്ത് കൊടുങ്കാറ്റടിക്കുകയാണ്. കൊടുങ്കാറ്റടിക്കുമ്പോൾ മലകൾ പിളരുന്നു, പാറകൾ തകരുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ സന്ദേശം? കർത്താവിൻ്റെ കരത്തിൽ ഒരു ശക്തിയുണ്ട്. കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. മലകളെ പിളർത്താൻ കഴിയുന്ന, പാറകളെ തകർക്കാൻ കഴിയുന്ന ശക്തി കർത്താവിൻ്റേതാണ് എന്ന സന്ദേശം ഏലിയായ്ക്ക് കൊടുക്കാണ് കൊടുങ്കാറ്റടിച്ചുകൊണ്ട്. മലകളെ പിളർത്താൻ കഴിയുന്ന കർത്താവ് നിന്റെ കൂടെ ഉള്ളപ്പോൾ, പാറകളെ തകർക്കാൻ കഴിയുന്ന കർത്താവ് നിന്റെ കൂടെയുള്ളപ്പോൾ നീ ജസബെല്ലിനെ പേടിക്കണ്ട, ആഹാബിനെ പേടിക്കണ്ട, ഈ ഭൂമിയിലുള്ള ഒരു ശക്തിയെ നീ പേടിക്കണ്ട. കാരണം കർത്താവിൻ്റെ ശക്തി അതിനും ഉപരിയാണ്. രണ്ടാമതായി ഭൂകമ്പമുണ്ടാകുന്നു. നമുക്കറിയാം ഭൂകമ്പം എത്ര സ്ട്രോങ് ആണ്, ശക്തമാണ്. മലകൾ അല്ലെങ്കിൽ ഭൂമി കിടന്നിങ്ങനെ കുലുങ്ങുന്ന രീതിയിൽ ഭൂമിയെ കുലുക്കാൻ കഴിയുന്നവനാണ് ദൈവം. ഈ ഭൂമിയെ തന്നെ കുലുക്കാൻ കഴിയുന്നവൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ നീ മനുഷ്യന്റെ ശക്തിയെ ഭയപ്പെടേണ്ടതില്ല. അടുത്തതായി അഗ്നി ഉണ്ടാവുകയാണ്. എല്ലാം എരിച്ചു കളയാൻ കഴിയുന്ന അഗ്നി കർത്താവിൻ്റെ കയ്യിലാണ്. നീ മനുഷ്യനെ ഭയപ്പെടേണ്ട. ദൈവം ഈ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഏലിയാ പ്രവാചകനെ വീണ്ടും ശക്തനാക്കുകയാണ്, വീണ്ടും ഒരുക്കിയെടുക്കുകയാണ്. പഴയതുപോലെ കെറീത്തിലും സെറാഫാത്തിലും ഒക്കെ ദൈവം ഏലിയാ പ്രവാചകനെ ഒരുക്കിയെടുത്തതുപോലെ ഈ ദൈവത്തെ മറന്ന് ഒരു ഓട്ടമോടിയ പ്രവാചകനെ വീണ്ടും ദൈവം ചില ദൈവാനുഭവങ്ങളിലൂടെ ഒരുക്കിയെടുത്ത് തൻ്റെ ശുശ്രൂഷയിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു മൃദുസ്വരമുണ്ടായി. ഏലിയ ദൈവത്തെ കാണുകയാണ്. ദൈവത്തെ കാണുമ്പോഴും പ്രിയപ്പെട്ടവരെ ഒരു പ്രശ്നമുണ്ട്. ഏലിയ ഈ ഭൂകമ്പം കണ്ടു, മലകൾ പിളരുന്നതും പാറകൾ തകരുന്നതുമായിട്ടുള്ള അതിനൊക്കെ തകർന്ന് കൊടുങ്കാറ്റ് കണ്ടു, അഗ്നി കണ്ടു. എങ്കിലും ഏലിയായുടെ മനസ്സിൽ മാറ്റം വന്നിട്ടില്ല. അവൻ പഴയത് തന്നെ ആവർത്തിക്കുകയാണ്. നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പഴയ കാര്യങ്ങൾ പറയാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു, വാളിനിരയാക്കി ഞാൻ മാത്രം അവശേഷിച്ചിട്ടുള്ളൂ. അവനിങ്ങനെ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 19-ാം അധ്യായത്തിൽ 1 രാജാക്കന്മാര് 19-ാം അധ്യായത്തിൽ എത്രയോ വട്ടമാണ് ഏലിയാ പ്രവാചകൻ ഐ, മീ, മൈ എന്നൊക്കെയുള്ള വാക്കുകൾ, ഞാൻ, എൻ്റെ, എന്നെ എന്നൊക്കെയുള്ള വാക്കുകൾ ഇഷ്ടംപോലെ പ്രാവശ്യം ഇങ്ങനെ ഉപയോഗിക്കുകയാണ്. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. 17-ാമത്തെയും 18-ാമത്തെ അധ്യായങ്ങളിൽ ഏലിയാ പ്രവാചകൻ ഞാനെന്നോ എൻ്റേതെന്നോ എനിക്കെന്നോ ഒന്നും പറയുന്നില്ല. ഫസ്റ്റ് പേഴ്സന്റെ ഉപയോഗം തന്നെയില്ല. പക്ഷെ ഈ 19-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോഴേക്കും ഏലിയാ പ്രവാചകൻ പറയുന്നതൊക്കെ ഞാൻ മാത്രം അവസാനിച്ചിട്ടുള്ളൂ, അവരെന്നെ അന്വേഷിക്കുകയാണ്, ഞാൻ തളർന്നു എന്നൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഏലിയായിക്കൊരു പുതിയ ദൗത്യം കൊടുക്കുകയാണ്. ദൈവം പുതിയ ദൗത്യം കൊടുക്കുന്നത് നമ്മൾ വായിക്കുന്നത് 19-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിലാണ്. കർത്താവ് കൽപ്പിച്ചു, നീ ദമാസ്കസിനടുത്തേക്കുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക. അവിടെ ഹസായേലിനെ സിറിയ രാജാവായി അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകൻ യേഹുവിനെ ഇസ്രായേൽ രാജാവായും ആബേമെഹായേലിൻ്റെ ഷഫാത്തിന്റെ മകൻ എലീഷായെ നിനക്ക് പകരം പ്രവാചകനായും അഭിഷേകം ചെയ്യുക. ദൈവം അവന് ദൗത്യം കൊടുക്കുകയാണ്. നീ പോയി രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുക. ഏലിയാ പ്രവാചകൻ മലമുകളിൽ ഗുഹയിൽ പേടിച്ചിരിക്കുകയാണ്. രാജാക്കന്മാർ വന്ന് തന്നെ കൊല്ലുമെന്ന് കരുതിയിരിക്കുന്നവനോട് പറയാണ്, നീ പോയി അഭിഷേകം ചെയ്യുക. നീ രാജാക്കന്മാര് വാഴിക്കുന്നവനായി മാറുക.
കാരണം ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടാതെ ആർക്കും ഒന്നും ലഭിക്കുന്നില്ല. ദൈവം അവൻ ഓർമ്മിപ്പിക്കുകയാണ്, ബാലിൻ്റെ മുൻപിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത 7000 പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഏലിയാ പ്രവാചകന്റെ ഒരു മടങ്ങി വരവ് നമ്മൾ കാണുന്നത്. വീണ്ടും ദൗത്യം കിട്ടിക്കഴിയുമ്പോൾ ഹോറബ് മല വിട്ടിട്ട് ഏലിയ പുറപ്പെടുകയാണ്. 1 രാജാക്കന്മാർ 19:19. ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ടു. 12 ഏർ കാള ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ എലീഷായെ കണ്ടു. തൻ്റെ മേലങ്കി അവൻ്റെ മേലിട്ടു. അതായത് ദൈവം പറഞ്ഞ ആളെ അവൻ തൻ്റെ ശുശ്രൂഷകനായി തിരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവം അവനൊരു ദൗത്യം കൊടുക്കുകയാണ്. ആഹാബിൻ്റെ അടുത്ത് ചെന്ന് ആഹാബ് ചെയ്ത തെറ്റ് അവനെ ബോധ്യപ്പെടുത്തുക. നാബോത്തിനെ കൊന്ന് അവൻ്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തിയ ആഹാബിനെ അനുതാപത്തിലേക്ക് കൊണ്ടുവരിക. ഏലിയാ പ്രവാചകൻ തൻ്റെ ഭയങ്ങളിൽ നിന്നൊക്കെ വിടുതൽ നേടി. നേരത്തെ ആരെ ഭയന്നാണോ അവൻ ഓടിയത്, അയാളുടെ മുൻപിലേക്ക് തന്നെ വന്നു നിൽക്കുകയാണ്. ഇതിനെയാണ് പ്രിയപ്പെട്ടവരെ അച്ഛൻ പറഞ്ഞത് ഏലിയാ പ്രവാചകന്റെ മടങ്ങി വരവ്. ഏലിയാ പ്രവാചകൻ തോറ്റോടുന്നു, പാപം ചെയ്യുന്നു. ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തിയിട്ട് മടക്കി കൊണ്ടുവരുന്നു. മടക്കി വരാനായിട്ട് ദൈവം ആവശ്യപ്പെടുമ്പോൾ ഏലിയാ പ്രവാചകൻ വീണ്ടും പരിഭവങ്ങളില്ലാതെ മടങ്ങി വരുന്നു. ഈ മടങ്ങി വരവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അച്ഛൻ്റെ ചോദ്യം, ദൈവം നിന്നെ ഇന്ന് മടക്കി വിളിക്കുന്നുണ്ട്. തൻ്റെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ വ്യാപരിക്കാൻ ദൈവം നിന്നെ മടക്കി വിളിക്കുന്നുണ്ട്. കൂടുതൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കാൻ, കൂടുതൽ വിശ്വാസത്തോടുകൂടെ ജീവിക്കാൻ, കൂടുതൽ പ്രാർത്ഥനയോടുകൂടെ ജീവിക്കാൻ ദൈവം നിന്നെ മടക്കി വിളിക്കുന്നുണ്ട്. നീ മടങ്ങി വരുമോ? കർത്താവിൻ്റെ ശക്തിയിൽ നീ ആശ്രയിക്കുമോ? പാപങ്ങൾ ക്ഷമിക്കുന്ന കർത്താവിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അഭിമാനിക്കാൻ അർഹതയുള്ള ഒരാളായി വീണ്ടും നിനക്ക് പ്രത്യക്ഷപ്പെടാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് നിന്നെ മടക്കി വിളിക്കുന്നു. അനുദപിക്കുന്നതിലും മടങ്ങി വരുന്നതിലും പ്രിയപ്പെട്ടവരെ നമുക്ക് വിശ്വസ്തതയുള്ളവരാകാം. കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടുകൂടെ അവിടുത്തെ തിരുസന്നിധിയിൽ നമുക്ക് മടങ്ങിയെത്താം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ എലീഷ പ്രവാചകന്റെ ജീവിതത്തെ ധ്യാനിച്ചു തുടങ്ങുന്നതാണ്. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.